പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കടൽ കടന്ന് ഗനസറത്തിൽ എത്തി. വഞ്ചി കരക്കടുപ്പിച്ചു. കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ഈ വചനഭാഗത്തിലൂടെ യേശുവിനെ അന്വേഷിച്ച് നടക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സൗഖ്യം പ്രാപിക്കുവാനായിട്ട് അവർ യേശുവിൻ്റെ അടുക്കൽ ഓടിയെത്തുന്നു. യേശു നടന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെയും അവർ രോഗികളെ കിടത്തുന്നു. യേശുവിൻ്റെ വസ്ത്രം എങ്കിലും അവരെ സ്പർശിച്ചാൽ അവർക്ക് സുഖം പ്രാപിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസമെന്ന് നമ്മൾക്ക് വിലയിരുത്താം. നമ്മൾ യേശുവിനെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലോട്ട് യേശു അലിഞ്ഞു ചേരുന്നു, നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമായി തീരുന്നു. എന്നാൽ നമ്മോടൊപ്പമായിരിക്കുന്ന യേശുവിനോട് നമ്മൾ എത്രമാത്രം സംസാരിക്കുന്നുണ്ട്, എത്രമാത്രം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. യേശു നമ്മളിലായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെയും യേശുവിൻ്റെതായിട്ട് തീരാനായിട്ടുണ്ട്. യേശുവിനെ ആത്മാർത്ഥമായിട്ട് അനുകരിക്കാം, സ്നേഹിക്കാം, സേവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.